ഫ്രണ്ട്സ്, നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഓക്സിലറി വേർബ്സ് എന്താണെന്ന് പഠിച്ചാലോ? വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വാട്ട് ഈസ് ഓക്സിലറി വേർബ്സ്, ഇറ്റ്സ് ഫങ്ഷൻ ആൻഡ് റോൾ ഇൻ എ സെൻറ്റൻസ്. ഹെൽപ്പിംഗ് വേർബ്സ് എന്നുകൂടി അറിയപ്പെടുന്ന ഓക്സിലറി വേർബ്സ് കാറ്റഗറിയിൽപ്പെടുന്ന വേർഡ്സ് ഏതൊക്കെയാണ്, അതിൻ്റെ ഫങ്ഷൻസ് എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് ഒരു സെൻറ്റൻസിൽ ഇത് പ്രവർത്തിച്ചു വരുന്ന ഇത്തരം ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, സിമ്പിളായിട്ട് എങ്ങനെ മനസ്സിലാക്കാം നമുക്ക്? ഓക്സിലറി വേർബ്സ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പിംഗ് വേർബ്സ് എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് അല്ലേ? എന്തുകൊണ്ടാണ്? ഒരു സെൻറ്റൻസിലെ മെയിൻ വേർബിനെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന വേർഡ്സിനെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ വേർബ് എന്ന് പറഞ്ഞാൽ എന്താ? ദ വേർഡ് ദാറ്റ് ഷോസ് ആൻ ആക്ഷൻ അല്ലേ? പ്രവൃത്തി പദത്തിനെയാണ് വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം മെയിൻ വേർബിനെ സഹായിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ചില വേർഡ്സ് കാറ്റഗറീസ് ഉണ്ട്, അതിനെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. അപ്പം മലയാളത്തിൽ ഉണ്ട്, ആണ്, ആയിരിക്കും, അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്ന അത്തരം വേർഡ്സിനെയാണ് ഓക്സിലറി വേർബ്സ് എന്ന് പറയുന്നത്. So auxiliary verbs are the helping verbs used in sentences along with the verbs to set the mood, tense, tone, etc. of the sentence. The first thing we should know about auxiliary verbs is that they don't tell us any action in a sentence, but they help the main verb in the sentence. Only main verbനെ ഹെൽപ്പ് ചെയ്യുക എന്ന പ്രവൃത്തിയാണ് ആർക്കുള്ളത്? ഓക്സിലറി വേർബ്സിന് ഉള്ളത്. ഓക്കെ, സോ നമുക്ക് രണ്ട് സെൻറ്റൻസസ് അനലൈസ് ചെയ്യാം. ഓക്സിലറി വേർബ്സ് എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി രണ്ട് സെൻറ്റൻസസ് നോക്കാം. ഷീ മേ ഗോ ടു സ്കൂൾ, ഷീ വിൽ ഗോ ടു സ്കൂൾ. എന്താണ്? ഓൾമോസ്റ്റ് all these sentences are talking about the same thing, right? ഷീ മേ ഗോ ടു സ്കൂൾ, ഷീ വിൽ ഗോ ടു സ്കൂൾ, സെയിം കാര്യമല്ലേ പറയുന്നത്. ബട്ട് the former indicates a weak possibility, whereas the later almost declares it, right? She may go to school. അവൾ സ്കൂളിലേക്ക് പോയേക്കാം, അതിലൊരു സ്ലൈറ്റ് പോസിബിലിറ്റിയേ ഉള്ളൂ അല്ലേ? ചിലപ്പോൾ പോകാം, ചിലപ്പോൾ പോകില്ല. ഷീ വിൽ ഗോ ടു സ്കൂൾ എന്ന് പറഞ്ഞാൽ എന്താ? എന്തായാലും ഷീ വിൽ ഡെഫിനറ്റ്ലി ഗോ ടു സ്കൂൾ, അവൾ എന്തായാലും പോയിരിക്കും അല്ലേ? Thus, interestingly, this happened just because of the change of one word known as the modal verbs. ഇവിടെ ഫസ്റ്റ് സെൻറ്റൻസിൽ മേ യൂസ് ചെയ്തുകൊണ്ട് അതിനൊരു വീക്ക് പോസിബിലിറ്റിയാണ് വന്നത്. ദ സെക്കൻഡ് വണിൽ വിൽ എന്ന ഓക്സിലറി വേർബ് യൂസ് ചെയ്തുകൊണ്ട് തന്നെ അതിനൊരു സ്ട്രോങ് അഫർമേഷൻ കിട്ടിയല്ലേ? സോ ബൈ നൗ യു മൈറ്റ് ഹാവ് ആൻ ഐഡിയ ഓഫ് വാട്ട് ദ ഓക്സിലറി ആൻഡ് മോഡൽ വേർബ്സ് ആർ യൂസ്ഡ് ഫോർ, റൈറ്റ്? So thus, if you use the auxiliary may, it indicates a slight possibility, but if you use the auxiliary will, it indicates a strong affirmation. And auxiliary verbs are divided into two types: primary auxiliary verbs modal auxiliary verbs. ഇനി ഈ പ്രൈമറി ഓക്സിലറി വേർബ്സിനെ തന്നെ വീണ്ടും മൂന്നായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അതുപോലെ മോഡൽ ഓക്സിലറീസിൽ പെടുന്ന ചില വേർഡ്സുകളും ഉണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഇൻ ഇംഗ്ലീഷ് ദർ ആർ 3 പ്രൈമറി ഓക്സിലറീസ്. ദേ ആർ ബി, ഹാവ് ആൻഡ് ഡു. And there are 10 common models, which are they: can, could, will, would, shall, should, may, might, must and ought. സോ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണെന്നും അവയെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാൻ പോവുകയാണ്. ഓക്കെ, പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതൊക്കെയാണ്? ബി, ഹാവ് ആൻഡ് ഡു. ആൻഡ് ഈ 3 കാറ്റഗറിയിൽ പെടുന്ന വേർഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രൈമറി ഓക്സിലറീസ് എന്ന് പറയുന്നത്. ദീസ് ആർ നോൺ ആസ് പ്രൈമറി ബിക്കോസ് ദേ ആർ the most frequently occurring auxiliaries and used in their different forms in English language. സോ ഈ 3 പ്രൈമറി ഓക്സിലറീസും അതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസിലാണ് ഇംഗ്ലീഷ് ലാംഗ്വേജസിലോ ഇംഗ്ലീഷ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞല്ലോ. ഏതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് നോക്കാം. ബിയുടെ ഡിഫറെൻറ്റ് ഫോംസ് ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ, വാസ്, വർ. അതുപോലെ തന്നെ ഹാവിൻ്റെ 3 ഫോംസ് ഏതൊക്കെയാണ്? ഹാവ്, ഹാസ് ആൻഡ് ഹാഡ്. Lastly, the forms of do are do, does and did. So primary auxiliaries ആയ ബി ആൻഡ് ഹാവ് ആൻഡ് ഡൂനെ എങ്ങനെയാണ് ഡിവൈഡ് ചെയ്തിട്ടുള്ളതെന്ന് കണ്ടല്ലോ. ഏതൊക്കെയാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് ഫോംസ് എന്ന് കണ്ടല്ലോ. ഏതൊക്കെയാണ്? ബിയുടെ ഫോംസ് ആണ് ഏതൊക്കെ? ഈസ്, ആം, ആർ, വാസ് ആൻഡ് വർ. അതുപോലെ തന്നെ ഹാവിൻ്റെ ഫോംസ് എന്താ? ഹാവ്, ഹാസ് ആൻഡ് ഹാഡ്. ലാസ്റ്റ്ലി ഡൂവിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്? ഡൂസ്,
ഡസ് ആൻഡ് ഡിഡ് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് വേറെ മനസ്സിലാക്കാനുള്ള കാര്യം എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ദർ ആർ 10 കോമൺ മോഡൽസ്: ക്യാൻ, കുഡ്, വിൽ, വുഡ്, ഷാൾ, ഷുഡ്, മേ, മൈറ്റ്, മസ്റ്റ് ആൻഡ് ought. സോ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് യൂസിങ് പ്രൈമറി ഓക്സിലറീസ് ആണ്. പ്രൈമറി ഓക്സിലറീസ് എങ്ങനെയാണ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുന്നുള്ളത്, അതിൻ്റെ റൂൾസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാം. നോക്കാം നമുക്ക്. ഫസ്റ്റ് വൺ ഈസ് ബി. എന്താണ് പ്രൈമറി ഓക്സിലറീസിൻ്റെ ആദ്യത്തെ വേർഡ് ഏതാ? ആദ്യത്തെ കാറ്റഗറിയിൽ പെടുന്നത് എന്താ? ബി. ദ ഫോംസ് ഓഫ് ബി ആർ, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏതൊക്കെയാണ്. ഈസ്, ആം, ആർ, വാസ് ആൻഡ് വർ അല്ലേ. ഇതിന് നമ്മൾക്ക് പ്രസൻറ്റ് ടെൻസ് ആയിട്ടും പാസ്റ്റ് ടെൻസ് ആയിട്ടും തരംതിരിക്കാൻ വേണ്ടി പറ്റും. പ്രസൻറ്റ് ടെൻസ് ഏതൊക്കെയാണ്? ഈസ്, ആം, ആർ. പ്രസൻറ്റ് ടെൻസിലുള്ള സെൻറ്റൻസസിലാണെങ്കിൽ ബിയുടെ ഏത് ഫോംസാണ് യൂസ് ചെയ്യേണ്ടത്? ഈസ്, ആം, ആർ. പ്രസൻറ്റ് ടെൻസ്, ഫ്യൂച്ചർ ടെൻസ്, പാസ്റ്റ് ടെൻസ്, ഇത്തരത്തിലുള്ള ടെൻസ് വേരിയേഷൻസും അതിൻ്റെ ഡിവിഷൻസും ഒക്കെ മുന്നത്തെ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ കാണാത്തവർക്ക് വേണ്ടി ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ അതൊന്ന് നോക്കി മനസ്സിലാക്കുക. സോ എന്താ പറഞ്ഞത്? പ്രസൻറ്റ് ടെൻസിൽ ബിയുടെ ഏത് ഫോംസാണ് യൂസ് ചെയ്യുക? ഈസ്, ആം, ആർ. ആൻഡ് ദ സെയിം തിങ് ഇൻ പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? വാസ് ആൻഡ് വർ. ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ, അതായത് പാസ്റ്റ് പെർഫെക്റ്റ് ടെൻസിലോട്ട് മാറിയാൽ എന്തായിട്ട് മാറും? ബിയുടെ മറ്റൊരു ഫോമായ ബീൻ ആയിട്ട് മാറും. പാസ്റ്റ് പാർട്ടിസിപ്പിൾ എന്ന് പറയുന്നത് പാസ്റ്റിൽ ഓൾറെഡി കഴിഞ്ഞു പോയ ഒരു സംഭവത്തെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവിടെ ബിയുടെ ഏത് ഫോമാണ് യൂസ് ചെയ്യേണ്ടത്? ബീൻ എന്ന ഫോമാണ് യൂസ് ചെയ്യേണ്ടത്. സോ ഏതൊക്കെയാണ് ബിയുടെ ഏതൊക്കെ ഫോംസാണ് പഠിച്ചത്? ഈസ്, ആം, ആർ ഇൻ പ്രസൻറ്റ് ടെൻസ്, വാസ് ആൻഡ് വർ ഇൻ പാസ്റ്റ് ടെൻസ്, been in past participle. Next, we need to understand in which all the situations we have to use the forms of be in English languages or in English sentences. So let's study one by one. See the examples below. See the first one, to form continuous tense. The form of be is using to form continuous tense. Continuous tense എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. വീഡിയോ കാണുവാണെങ്കിൽ കണ്ടിന്യൂസ് ടെൻസ് എന്താണ്, പെർഫെക്റ്റ് ടെൻസ് എന്താണ്, പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. സോ ഇപ്പോൾ ഇവിടെ എന്താണ് മനസ്സിലാക്കേണ്ടത്? ബിയുടെ ഫോം എന്തിനു വേണ്ടി യൂസ് ചെയ്യുന്നു? ടു ഫോം കണ്ടിന്യൂസ് ടെൻസ്. എക്സാമ്പിൾസ് നോക്കിക്കേ. ഹി ഈസ് റീഡിങ് എ ബുക്ക്. വി വർ റീഡിങ് എ ബുക്ക്. ഹി ഹാസ് ബീൻ റീഡിങ് എ ബുക്ക്. മനസ്സിലായോ? 3 വേരിയേഷൻസ് മനസ്സിലായോ? ഹി ഈസ് റീഡിങ് എ ബുക്ക്. വി വർ റീഡിങ് എ ബുക്ക്. ഹി ഹാസ് ബീൻ റീഡിങ് എ ബുക്ക്. The first one is present continuous tense. The next one is past continuous tense. And the last one is present perfect continuous tense. അതാണ് he is reading a book. We were reading a book. He has been reading a book. സോ ഏതൊക്കെ ബിയുടെ ഫോംസാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ഈസ് ഇൻ പ്രസൻറ്റ് ടെൻസ്, വർ ഇൻ പാസ്റ്റ് ടെൻസ് ആൻഡ് പ്രസൻറ്റ് പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസിൽ ഏത് ഫോമാണ് യൂസ് ചെയ്തിരിക്കുന്നത്? ബീൻ എന്ന ഫോമാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ദ നെക്സ്റ്റ് വൺ ഫോർ പാസീവ് വോയിസ്. പാസീവ് വോയിസിലുള്ള സെൻറ്റൻസസിലും നമ്മൾ ബിയുടെ ഫോംസ് യൂസ് ചെയ്യും. എന്താണ് പാസീവ് വോയിസ്? ഇൻ പാസീവ് വോയിസ് എംഫസൈസസ് ദ ഇമ്പോർട്ടൻസ് ടു ദി ആക്ഷൻ ഓർ ദ വേർബ് ഓഫ് ദ സെൻറ്റൻസ് രാദർ ദാൻ ദ സബ്ജക്റ്റ്. ആക്ഷന് കൂടുതൽ അല്ലെങ്കിൽ ഒരു സെൻറ്റൻസിൽ വേർബിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് സംസാരിക്കുന്ന സെൻറ്റൻസസിനെ നമ്മൾ പാസീവ് വോയിസിലാണെന്ന് പറയും. ഫോർ എക്സാമ്പിൾ, ദ വർക്ക് ഈസ് ഡൺ. ദ വർക്ക് ഈസ് ഡൺ. The next one, the work is being done. The പ്രവൃത്തി ചെയ്തിട്ടുണ്ട് എന്നുള്ളതിലാണ് അതിൽ പ്രാധാന്യം. ആര് ചെയ്തു എന്നോ, എപ്പോൾ ചെയ്തു എന്നോ, എന്ത് ചെയ്തു എന്നോ എന്നുള്ളതല്ല, പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. ബൈ ഹൂം ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോർട്ടൻറ്റ് തിങ്. ദ വർക്ക് ഈസ് ഡൺ. പ്രവൃത്തി ചെയ്തിട്ടുണ്ട്. സോ അത്തരത്തിലുള്ള സെൻറ്റൻസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ബിയുടെ ഫോംസാണ് യൂസ് ചെയ്യുന്നത്. നെക്സ്റ്റ് നമ്മൾ വേറൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, രാമ വാസ് കിൽഡ്. ഈ ഒരു സെൻറ്റൻസിൽ നമ്മൾ ഏതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരിക്കുന്നത്? രാമൻ കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നുള്ള സംഭവമാണ്. ബൈ ഹൂം അത് വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്യാം. രാമ വാസ് കിൽഡ് ബൈ രാവണ.
പക്ഷെ അതിനത്ര ഇമ്പോർട്ടൻസ് ഇല്ല, ആര് ചെയ്തു എന്നുള്ളതിലല്ല, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, എന്താണ് അവിടെ, ഏത് ആക്ഷനാണ് സംഭവിച്ചിട്ടുള്ളത്, അതിനാണ് പ്രാധാന്യം കൊടുത്തിട്ടുള്ളത്. സോ രാമ വാസ് കിൽഡ്, രാമൻ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ് അവിടെ പ്രധാനപ്പെട്ട സംഭവം. അപ്പോൾ അത്തരത്തിലുള്ള ആക്ഷൻ വേർബിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സെൻറ്റൻസസിനെ നമുക്ക് എന്ത് പറയാൻ വേണ്ടി പറ്റും, പാസീവ് വോയിസിലാണെന്ന് പറയാം. സോ എന്താണ് ആക്റ്റീവ് വോയിസ് ആൻഡ് പാസീവ് വോയിസിലെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വേറൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഇപ്പോൾ ഇത്രയും മനസ്സിലാക്കുക, പാസീവ് വോയിസിലും ബീഡ് ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത്. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് എ പ്രീവിയസ് പ്ലാൻ ഓർ എഗ്രിമെൻറ്റ്. നമ്മുടെ മുൻകൂട്ടിയുള്ള ഏതെങ്കിലും ഒരു പ്ലാനിനെ കുറിച്ചോ ഒരു എഗ്രിമെൻറ്റിനെ കുറിച്ചോ സംസാരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ബിയുടെ ഫോംസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, യു വർ ടു വിസിറ്റ് ദ ഡോക്ടർ, ഐ ആം ടു ഗോ ടു ദുബായ്. ഇതൊക്കെ പ്രീവിയസ് പ്ലാൻ ആണല്ലേ. അപ്പോൾ ഇത്തരത്തിലുള്ള പ്ലാൻസിനെ കുറിച്ച് എഗ്രിമെൻറ്റ്സിനൊക്കെ കുറിച്ച് പറയാൻ വേണ്ടി വി ഹാവ് ടു യൂസ് ദ ഫോംസ് ഓഫ് ബി. ദ നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് എ കമാൻഡ്, യു ആർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ ബൈ ടുനൈറ്റ്, ദ പ്ലംബർ ഈസ് ടു റിപ്പയർ ദ പൈപ്പ് ലൈൻ ടുമാറോ. ഇതൊക്കെ ഒരു കമാൻഡാണല്ലേ. ഇന്ന് രാത്രിക്കുള്ളിൽ ഈ ഒരു വർക്ക് ചെയ്തിരിക്കണം എന്നുള്ളതൊരു കമാൻഡാണ്. സോ സച്ച് കൈൻഡ്സ് ഓഫ് കമാൻഡ്സിലും നമ്മൾക്ക് എന്താണ് യൂസ് ചെയ്യേണ്ടത്, ബിയുടെ ഫോംസ് ആണ് യൂസ് ചെയ്യുന്നത്. യു ആർ ടു ഗെറ്റ് ദ വർക്ക് ഡൺ ബൈ ടുനൈറ്റ് എന്ന് പറയുന്നത് ഒരു കമാൻഡാണ്. അത്തരത്തിലുള്ള കമാൻഡ്സിലും നമ്മൾ ബിയുടെ ഫോംസ് ആണ് യൂസ് ചെയ്യുക. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് ഫീലിങ്സ്, ഏജ്, സൈസ്, വെയ്റ്റ്, പ്രൈസ്, ടൈം, എക്സെട്ര. For example, today is a warm day. I am not happy. My weight is 50 kg. Today is a warm day. എന്താണ് പറയുന്നത്, ആ ഒരു അവസ്ഥയെക്കുറിച്ചിട്ടാണ് സംസാരിക്കുന്നത് അല്ലേ. സോ ഐ എം നോട്ട് ഹാപ്പി, ദറ്റ്സ് എ ഫീലിംഗ്. നമ്മുടെ ഒരു അവസ്ഥയെക്കുറിച്ച് സംസാരിക്കുന്നു. മൈ വെയ്റ്റ് ഈസ് 50 kg എന്ന് പറയുമ്പോൾ എൻ്റെ വെയ്റ്റ് എത്രയാണെന്നുള്ള കാര്യമാണ് പറയുന്നത്. സോ ഇത്തരത്തിലുള്ള എക്സ്പ്രഷൻസിനൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക, ബിയുടെ ഫോംസ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. മൂവിങ് ഓൺ, നമ്മൾ പറഞ്ഞിട്ടുണ്ട് 3 പ്രൈമറി ഓക്സിലറീസ് ആണുള്ളത്. ഏതൊക്കെയാണ്, ബി, ഹാവ് ആൻഡ് ഡു അല്ലേ. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്, ഹാവ്. സോ ദ ഫോംസ് ഓഫ് ഹാവ് ആർ ഇൻ പ്രസൻറ്റ് ടെൻസ് ഹാസ് ആൻഡ് ഹാവ്, ഇൻ പാസ്റ്റ് ടെൻസ് ഹാഡ് ആൻഡ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഹാഡ്. ഓക്കെ. ഏതൊക്കെയാണ് ബിയുടെ ഫോംസ് എന്ന് പറയാം, ഹാവിൻ്റെ ഫോംസ് ഏതൊക്കെയാണ്, ഇൻ പ്രസൻറ്റ് ടെൻസ് ഹാസ് ആൻഡ് ഹാവ്, past tense had, and in past participle or past perfect tense had. Okay. Now we are going to study how to use the forms of have in sentences. എങ്ങനെയാണ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുന്നത്, ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് യൂസ് ചെയ്യുന്നതെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ടു ഫോം പെർഫെക്റ്റ് ടെൻസ്. പെർഫെക്റ്റ് ടെൻസ് എന്താണ്, ഓൾറെഡി ഫിനിഷ്ഡ് ആയ കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാം. കംപ്ലീറ്റഡ് ആക്ഷനെ കുറിച്ച് സംസാരിക്കാൻ നമ്മൾ പെർഫെക്റ്റ് ടെൻസ് ആണ് യൂസ് ചെയ്യുക. അത് ടെൻസസിനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ വീഡിയോ കാണുക. സോ എക്സാമ്പിൾസ് വെച്ച് നോക്കുകയാണെങ്കിൽ, ഹി ഹാസ് റെഡ് ദ ബുക്ക്. Okay, I had done my homework. Oh, I have done my homework. സോ ഇത്തരം പെർഫെക്റ്റ് ടെൻസിലുള്ള സെൻറ്റൻസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഹാവിൻ്റെ ഫോംസ് ആണ് യൂസ് ചെയ്യുക. പ്രസൻറ്റ് ടെൻസിൽ ഹാസ് ഓർ ഹാവ് യൂസ് ചെയ്യും. ഇഫ് ഇറ്റ്സ് ഇൻ പാസ്റ്റ് ടെൻസ് ഹാഡ് ആണ് യൂസ് ചെയ്യുക. ഓക്കെ. ആൻഡ് ദ നെക്സ്റ്റ് വൺ, ടു ഫോം പാസീവ് വോയിസ്. പാസീവ് വോയിസിൽ ബിയുടെ ഫോംസ് എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമ്മൾ കണ്ടു അല്ലേ. എന്താ പാസീവ് വോയിസുള്ള സെൻറ്റൻസിൻ്റെ പ്രത്യേകത എന്താണ്, ആക്ഷൻ വേർബിനാണ് നമ്മളിതിൽ പ്രാധാന്യം കൊടുക്കുന്നത്, അല്ലാതെ സബ്ജക്റ്റിന് ആര് ചെയ്തു എന്നുള്ളതിനെ കുറിച്ചിട്ടല്ല ബോധേഡ് ആവുന്നത്, അതായത് എന്ത് പ്രവൃത്തിയാണ് ചെയ്തിട്ടുള്ളത്. സോ സച്ച് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസിൽ നമ്മൾ എന്ത് യൂസ് ചെയ്യും, ഹാഫിൻ്റെ ഫോംസ് യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ദ വർക്ക് ഹാസ് ബീൻ ഡൺ, ദ റൂം ഹാഡ് ബീൻ ക്ലീൻഡ്. ഇതൊക്കെ പാസീവ് വോയിസിൽ ഹാവ് എങ്ങനെ യൂസ് ചെയ്യുന്നുള്ളതിൻ്റെ എക്സാമ്പിൾസ് ആണ്. സോ നെക്സ്റ്റ് വൺ, ടു എക്സ്പ്രസ് എ കമ്പൽഷൻ. ഒരു കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യത്തിനെക്കുറിച്ച് സംസാരിക്കാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം, ഹാവിൻ്റെ ഫോംസ് യൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ, ഹി ഹാഡ് ടു ഗോ, അവൻ പോകേണ്ടതായിട്ടുണ്ട്. അതൊരു കമ്പൽസറി ആണ് അല്ലേ, അവൻ അത് ചെയ്തിരിക്കണം. സോ അത്തരത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടി നമ്മൾ ഏതിൻ്റെ ഫോംസ് യൂസ് ചെയ്യുക, ഹാവിൻ്റെ ഫോംസ് ആണ് യൂസ് ചെയ്യുക. യു ഹാവ് ടു ഒബേ ദ ലോ. അത് എന്താണ്, അത് നിർബന്ധമായിട്ടും ചെയ്തിരിക്കേണ്ട ഒരു കാര്യമാണ്. സോ സച്ച് കൈൻഡ്സ് ഓഫ് കമ്പൽഷനും നമ്മൾ ഏതിലാണ് എക്സ്പ്രസ് ചെയ്യുക, ഏത് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക, ഹാവിൻ്റെ ഫോംസ് യൂസ് ചെയ്തിട്ടാണ് എക്സ്പ്രസ് ചെയ്യുക. And the next one, to express the consumption of food, drinks, etc. Examples, I have tea in the morning, he had the party at his house, you have a test tomorrow, etc. Moving on to the last one in primary auxiliary, that is do. The forms of do are in present tense do,
ഇൻ പാസ്റ്റ് ടെൻസ് എന്തായിട്ട് മാറും? ഡിഡ്. ആൻഡ് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ. ഇതിൻ്റെ യൂസേജസ് എങ്ങനെയാണെന്ന് നോക്കാം. ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് ഡൂൻ്റെ ഫോംസ് യൂസ് ചെയ്യുന്നത് നോക്കാം. ഇൻ അഡീഷൻ ടു അവോയ്ഡ് റിപ്പീറ്റേഷൻ ഓഫ് വേർബ്സ്, ഇപ്പോൾ ഒരു സെയിം വേർബ് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഒരു സെൻറ്റൻസിൽ യൂസ് ചെയ്യാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്, സോ അതിന് പകരമായി നമുക്ക് എന്ത് യൂസ് ചെയ്യാൻ പറ്റും? വേർബിന് പകരം ഡു, ഡിഡ് നമ്മൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. ഡുവോ ഡിഡും. ഒരു എക്സാമ്പിൾസ് വെച്ച് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം. സോ ഫോർ എക്സാമ്പിൾ, ഹി ലൈക്സ് ടു റീഡ് ആൻഡ് സോ ഡു ഐ. ഇവിടെ ലൈക്സ് എന്ന വേർബിൻ്റെ റിപ്പീറ്റേഷൻ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡു യൂസ് ചെയ്തിരിക്കുന്നു. സോ യു ലൈക്ക് ടു ഡാൻസ് ആൻഡ് സോ ഡിഡ് ഷീ. ഇവിടെയും റിപ്പീറ്റേഷൻ ഓഫ് വേർബ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡിഡ് യൂസ് ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? സോ നെക്സ്റ്റ് വൺ, ഇൻ ക്വസ്റ്റ്യൻ ടാഗ്സ് ആൻഡ് ഷോർട്ട് ആൻസേഴ്സ്. ക്വസ്റ്റ്യൻ ടാഗ്സിലും ഷോർട്ട് ആൻസേഴ്സിലും എന്ത് യൂസ് ചെയ്യും? ഡൂൻ്റെ ഫോംസാണ് യൂസ് ചെയ്യുക. എക്സാമ്പിൾസ് നോക്കി നിങ്ങൾക്ക് സിമ്പിളായിട്ട് മനസ്സിലാക്കാം. യു ലൈക്ക് ദ ഫിലിം, ഡിഡിൻറ്റ് യു? യെസ് ഐ ഡിഡ്. മനസ്സിലായോ ആൻസറിൽ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നതെന്ന്? യു ലൈക്ക് ദ ഫിലിം, ഡിഡിൻറ്റ് യു? യെസ് ഐ ഡിഡ്. And the last one, to stress some action in the present and past, indefinite tenses and imperatives. Indefinite tenses എന്ന് പറയുമ്പോൾ എന്താ? സം ആക്ഷൻ ഈസ് ഡൺ ആൻഡ് പ്രസൻറ്റ് ഒരു പാസ്റ്റിലോ പ്രസൻറ്റിലോ എന്തെങ്കിലും ആക്ഷനെ കുറിച്ച് സംസാരിക്കാം, പക്ഷേ ദർ ഈസ് നോ ടൈം ലിമിറ്റ് ഇസ് ഗിവൺ. സോ സച്ച് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസിലും ഇമ്പരേറ്റീവ്സ് എന്ന് പറയുമ്പോൾ കമാൻഡ് ഓർ റിക്വസ്റ്റ്, സച്ച് കൈൻഡ്സ് ഓഫ് സെൻറ്റൻസസിലും നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഡൂവിൻ്റെ ഫോംസ് യൂസ് ചെയ്യും. എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ഐ ഡു ഗോ ടു ദ ക്ലാസ് എവറി ഡേ. I did the work daily. Do finish the work for me. സോ ഇതൊക്കെയാണ് ഇത്തരം സെൻറ്റൻസസിൻ്റെ എക്സാമ്പിൾസ്. സോ ഇതൊക്കെയാണ് പ്രൈമറി ഓക്സിലറീസ് ഏതൊക്കെയാണെന്ന് പഠിച്ചു. ബി, ഹാവ് ആൻഡ് ഡു. ഇത് ഏതൊക്കെ സിറ്റുവേഷൻസിലാണ് സെൻറ്റൻസസിൽ യൂസ് ചെയ്യുക, അതിൻ്റെ വേരിയസ് കൈൻഡ്സ് ഓഫ് യൂസേജസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കുകയുണ്ടായി. സോ നെക്സ്റ്റ് ക്ലാസ്സിൽ മോഡൽ ഓക്സിലറീസും അതിൻ്റെ യൂസേജസും പഠിക്കാം. സോ താങ്ക് യു സോ മച്ച്.